നമസ്കാരം. വളർത്തുമൃഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും നമ്മുടെ മനസ്സ് ശാന്തമാക്കാനും സഹായിക്കും. പലരുടെ വീട്ടിലും പലതരത്തിലുള്ള വളർത്തുമൃഗങ്ങളുണ്ട്. പട്ടികൾ, പൂച്ചകൾ, കോഴികൾ, പശു, ആട്, അങ്ങനെ. എന്നാൽ ഇവ നമ്മളോട് സംസാരിക്കാറുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അവ എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്? അതെ, മുഖഭാവങ്ങളിലൂടെ, അതായത് എക്സ്പ്രഷൻസിലൂടെ. എല്ലാ മൃഗങ്ങളെയും ഞാനിവിടെ പട്ടികൾക്ക് ശേഷം നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മറ്റൊരു മൃഗമുണ്ട്. അതെ, പൂച്ചകൾ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പട്ടികളെ പോലെ തന്നെ മനുഷ്യർ വളർത്തുന്ന പൂച്ചകളുടെ മുഖഭാവങ്ങളെ പറ്റിയാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. പൂച്ചകളെ കുറിച്ചുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ് അവറ്റകൾ ഒരിക്കലും സോഷ്യൽ അല്ല എന്ന്. അവർ എപ്പോഴും ഒറ്റയ്ക്കാണ് നടക്കുക എന്നാണ് പറയുന്നത്. ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. പൂച്ചകൾ പരസ്പരം സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെന്നും പലപ്പോഴും കൂട്ടമായി നടക്കാറുണ്ടെന്നും പിന്നീട് കണ്ടെത്തി. അതായത് അവർ തമ്മിൽ സംഭാഷണങ്ങൾ നടത്താറുണ്ട്. എന്നാൽ അവർ എങ്ങനെയാണിത് ചെയ്യുന്നത്? നിങ്ങളുടെ വീട്ടിൽ പൂച്ചയുണ്ടെങ്കിൽ അവറ്റകൾ എത്ര തരം മുഖഭാവങ്ങൾ കാണിക്കാറുണ്ട്? ഇത് നമുക്ക് കൃത്യമായി അറിയില്ല. പൂച്ചകളെ വളർത്തുന്നവർക്ക് അവയുടെ മുഖഭാവങ്ങളിൽ ആകെ 12 എണ്ണമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കൻസാസ് സർവകലാശാലയിലെ ഗവേഷകനായ ലോറൻസ് സ്കോട്ട് പറയുന്നത് പൂച്ചകൾക്ക് 276 വ്യത്യസ്ത തരം മുഖഭാവങ്ങൾ കാണിക്കാൻ സാധിക്കും എന്നാണ്. ചിമ്പാൻസികൾക്ക് 357ഉം നമ്മൾ മനുഷ്യർക്ക് 44 എണ്ണമാണ് കാണിക്കാൻ സാധിക്കുക. അവർ എന്തൊക്കെ ഭാവങ്ങളാണ് കാണിക്കുന്നത് എന്നത് ഇപ്പോഴും ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2021 ലോറൻസ് സ്കോട്ട് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയം അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് ഒരു കാറ്റ് കഫേ ലോങ് ഉണ്ടായിരുന്നു. അതായത് ഒരു കോഫി ഷോപ്പ്. അവിടെ ആളുകൾക്ക് പോയി പൂച്ചകളെ കളിപ്പിക്കാം. ഈ കോഫി ഷോപ്പ് പൂട്ടിയിടുന്ന സമയങ്ങളിൽ അദ്ദേഹം അവിടേക്ക് പോവുകയും 3.25 മണിക്കൂർ പൂച്ചകൾ തമ്മിൽ സംഭാഷണം നടത്തുന്നത് രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം അവിടെ തന്നെയുള്ള എവല്യൂഷണറി സൈക്കോളജിസ്റ്റായ ബ്രിട്ടാനി ഫ്ലോറക്കി വെസ്റ്റിയുമായി ചേർന്ന് പൂച്ചകളുടെ മുഖഭാവങ്ങൾ മാറുമ്പോഴുണ്ടാകുന്ന മസിലുകളുടെ മാറ്റത്തെ പറ്റി പഠിച്ച് അതും രേഖപ്പെടുത്തി. അവയിൽ നിന്നും ശ്വസിക്കുമ്പോഴും ചവയ്ക്കുമ്പോഴും കോട്ടുവ ഇടുമ്പോഴുമുള്ള ഭാവങ്ങൾ ഒഴിവാക്കിയപ്പോൾ മൊത്തം 276 എണ്ണം കിട്ടി. ഇതിൽ ആക്രമണ സ്വഭാവമുള്ളതും സ്നേഹപ്രകടനങ്ങളും ഉണ്ടായിരുന്നു. 45% മുഖഭാവങ്ങൾ സൗഹൃദപരമായതാണ്. 37% ആവട്ടെ ആക്രമണ സ്വഭാവമുള്ളതും. ഇതിൽ 18% മനസ്സിലാക്കാൻ പറ്റാത്തവയായിരുന്നു. എന്നാൽ ഈ മുഖഭാവങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് കൃത്യമായി അറിയില്ല എന്നാണ് ബ്രിട്ടാനി പറയുന്നത്. പൊതുവെ ഒരു പൂച്ച മറ്റൊരു പൂച്ചയോട് സംസാരിക്കുമ്പോൾ ചെവിയും മീശയും പിന്നോട്ട് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അത് അക്രമാസക്തമാണെന്ന് മനസ്സിലാക്കാം. കാനഡയിലെ ഗൾഫ് യൂണിവേഴ്സിറ്റിയിലെ ജോർജിയോ മേസോൺ എന്ന ഗവേഷക പറയുന്നത് ഈ പഠനം പൂച്ചയെ വളർത്തുന്നവർക്ക് സഹായമാകുന്ന ആപ്പുകൾ വികസിപ്പിക്കാൻ പറ്റും എന്നാണ്. പൂച്ച, നായ തുടങ്ങിയ മൃഗങ്ങളെ ദത്തെടുക്കുന്ന ആളുകൾക്ക് അവറ്റകളുടെ സ്വഭാവം മുൻകൂട്ടി അറിയാൻ ഈ പഠനം സഹായകമാകും എന്നത് ഉറപ്പാണ്. നമ്മുടെ ടെൻഷൻ മറക്കാനും നമ്മളെ ഹാപ്പി ആക്കാനും പൂച്ചകൾ പോലുള്ള വളർത്തുമൃഗങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ പൂച്ചകൾ ഉണ്ടെങ്കിൽ അവറ്റകളുടെ മുഖഭാവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അവയെ നിരീക്ഷിച്ച് അവയെ പറ്റി പഠിക്കാനും ശ്രമിക്കുക. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.